ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മാങ്ങ കൊണ്ടൊരു വെറൈറ്റി ജ്യൂസാട്ടോ തയ്യാറാക്കി എടുക്കുന്നത്. ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ റെഡിയാക്കി നോക്കിക്കൊണ്ടു, എല്ലാവർക്കും ഇഷ്ടമാകും. ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഞാൻ ഇതുപോലത്തെ ഒരു മാങ്ങ എടുത്തത്. ഇത് നല്ല പഴുത്തിങ്ങനെ ഇതായിട്ടുള്ള മാങ്ങയല്ല, കണ്ടില്ലേ, തോലൊക്കെ പച്ച കളറായിട്ടുള്ള മാങ്ങയാണ്. ഒരുപാട് പഴുത്തതായിട്ടില്ല കേട്ടോ, ചെറുതായിട്ട് പഴുത്തിട്ടുണ്ട്. എന്നാൽ ഓവർ മധുരവും ഇല്ല, അങ്ങനത്തെ ഒരു മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ മാങ്ങയുടെ തോലൊക്കെ ഇതുപോലെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു മാങ്ങ മതി കേട്ടോ. ഒരു മാങ്ങ കൊണ്ട് നമുക്കൊരു 6-7 പേർക്ക് കഴിക്കാനുള്ള ജ്യൂസ് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഈ മാങ്ങ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ടാക്കി എടുക്കാം. ഇനി കട്ടാക്കി എടുത്തിട്ടുള്ള മാങ്ങ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 2 ഏലക്കയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്ക വേണമെങ്കിൽ ചേർത്താൽ മതി. ഒരു ചെറിയൊരു ഫ്ലേവർ, നല്ലൊരു ടേസ്റ്റും കിട്ടും കേട്ടോ ഏലക്ക ചേർക്കുമ്പോൾ. 1/2 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്, അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മധുരം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. ഞാൻ കുറച്ച് മധുരം കുറച്ചിട്ടാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് മധുരം കുറച്ച് തോനെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ പഞ്ചസാര ഒരു 1/2 കപ്പിൻ്റെയൊക്കെ അടുത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ആദ്യം ജസ്റ്റ് എല്ലാം കൂടി അരച്ചെടുക്കുക, എന്നിട്ട് 1 കപ്പ് വെള്ളം ചേർത്തിട്ട് എല്ലാം പാട് ഇതുപോലെ ഒന്ന് അരച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഈ അരച്ച ജ്യൂസിനെ നമുക്ക് അരിപ്പയിൽ കൂടി ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ. നമ്മൾ തേങ്ങയൊക്കെ ചേർത്തതല്ലേ, അപ്പോൾ ചെറിയ തരികളൊക്കെ ഉണ്ടാവും. അതൊന്ന് പോകാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് അരിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ പെട്ടെന്ന് തന്നെ. ഇതിപ്പോൾ നല്ല കട്ടിയായിട്ടുള്ള ഒരു ജ്യൂസാണ്. ഇത് നമുക്കൊന്ന് ലൂസാക്കി എടുക്കണം. അതിന് ഒരു 1/2 ലിറ്റർ വെള്ളമോളം മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഒഴിച്ചിട്ട് അതും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, നല്ല കട്ടിയായിട്ടല്ലേ ഇരിക്കണം. അപ്പോൾ ഇങ്ങനെ നമുക്ക് ജ്യൂസ് കുടിക്കാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് പഞ്ചസാര കൂടുതൽ ചേർക്കാം, അല്ലെങ്കിൽ അരയ്ക്കുമ്പോൾ തന്നെ കൂടുതൽ പഞ്ചസാര ചേർത്തിട്ട് ചെയ്യാം കേട്ടോ. ഞാൻ മധുരം വളരെ കുറച്ചിട്ടാണ് എടുക്കുന്നത്, അതുകൊണ്ടാണ് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രം ചേർത്ത് കൊടുത്തത്. ഇനി കേട്ടോ, ഇതുപോലെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് അരിച്ച് എടുത്തിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ കേട്ടോ. ഇനി ഇത് നമുക്ക് ഒഴിവാക്കാം. എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നിങ്ങൾക്ക് ഇതിലേക്ക് കസൂസൊക്കെ ചേർക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ. എന്താ പറയുക, നല്ലൊരു ടേസ്റ്റ് കൊടുക്കും. പിന്നെ ഇടയിലേക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ഒരു ഇതാണ്. ഞാനിതൊന്നും ചേർക്കുന്നില്ല, ഞാൻ കുറച്ച് ഐസ് ക്യൂബ് മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതാണ് കേട്ടോ ഇതിൻ്റെ ഈ ഒരു കൺസിസ്റ്റൻസി. ഈ ഒരു രീതിയിൽ കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുക. നിങ്ങൾക്ക് തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ച് ചേർത്താൽ മതി, ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇനി കുറച്ച് ഐസ് ക്യൂബ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊരു ജഗ്ഗിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. നമുക്ക് ഗ്ലാസ്സിലേക്ക് മാറ്റാനുള്ള ആ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ജഗ്ഗിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. വളരെ സിമ്പിളായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും നമ്മുടെ വീട്ടിൽ കാണുന്ന സാധാരണ ചേരുവകൾ മാത്രം വെച്ചിട്ട് തയ്യാറാക്കി എടുക്കാം. അതുപോലെ ഇപ്പോൾ മാങ്ങയുടെ കാലമല്ലേ, എല്ലാവർക്കും മാങ്ങ സുലഭമായിട്ട് കിട്ടും. അപ്പോൾ ഈ മാങ്ങ വെച്ചിട്ട് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു അടിപൊളി ജ്യൂസാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാകുകയാണെങ്കിൽ മാത്രം ഒരു ലൈക്ക് തന്നിട്ട് സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കരുതേ. നിങ്ങൾക്ക് എങ്ങനെയുള്ള റെസിപ്പീസൊക്കെയാണ് കൂടുതൽ ആവശ്യം എന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. നിങ്ങൾ എങ്ങനത്തെ റെസിപ്പിയാണ് ഇഷ്ടപ്പെടുന്നത് എന്ന് എന്നോടൊന്ന് പറയണം കേട്ടോ. എന്നാൽ നമുക്ക് അതുപോലത്തെയൊക്കെ റെസിപ്പികളൊക്കെ ഇടാൻ പറ്റുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായത്തിനനുസരിച്ച് നമുക്ക് റെസിപ്പികളൊക്കെ മാറ്റിയൊക്കെ തയ്യാറാക്കി എടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് റെഡിയാക്കി എടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ വരാം. എല്ലാവർക്കും നന്ദി.